ഹലോ ഗുഡ് മോർണിംഗ്. സോ എൻ്റെ റൂമിലൊരു ഷെൽഫുണ്ട്. ജസ്റ്റ് അതൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പ്രിപ്പറേഷൻസാണ് നിങ്ങളീ കാണുന്നത്. കുറച്ച് ഫ്രെയിംസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലുള്ള മുക്കാൽ ഭാഗവും ഞാൻ ചെയ്തത് തന്നെയാണ്. ബട്ട് കുറേയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ ഞാനിങ്ങനെ എടുത്ത വീഡിയോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെൽഫ്. അപ്പം ഇതാണ് ഫസ്റ്റ് ഞാൻ വെക്കാൻ പോകുന്ന ജഗ്ഗ്. ഇത് കുറച്ചായിട്ട് ഈ ഷെൽഫിൽ തന്നെ സ്ഥിതി ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. ഈ ജഗ്ഗ് കുറേ മുമ്പ് വാങ്ങിയതാണ്. ഈ ജീപ്പ് മോഡൽ ക്ലോക്കും കുറച്ച് മുമ്പ് വാങ്ങിയതാണ്. അപ്പം ഇനി നെക്സ്റ്റ് ഞാൻ വെക്കാൻ പോകുന്നത് ഒരു മണി പ്ലാന്റ് ഇൻസേർട്ട് ചെയ്ത ജാറാണ്. ഈ ജാർ പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി റീലായിട്ട് ഷോർട്ട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. 3 ജാർ പെയിൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് കളറിൽ സെയിം പ്രിൻറ്റിൽ ചെയ്യുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ ചെയ്തെടുത്ത ഒരു ഫ്രെയിം. ഇതിൻ്റെ ചട്ട നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്ന് വെച്ചാൽ ഒരു പഴയ കേർട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ, ഒരു വുഡൻ ടൈപ്പായിരുന്നു, താത്തിയും മുന്നിയും കളിക്കുന്ന. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ റെഗുലർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കിൽ കപ്പ് വെച്ചാണ് ഞാൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്തിട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ഡേറ്റ്സിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു. ബോക്സ് കളയാൻ തോന്നിയില്ല, അപ്പോൾ അതിനൊന്ന് മേക്ക് ഓവർ ചെയ്ത് കാലിഗ്രാഫിയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു ജാറ് സെയിം ആ ഒരു ടൈമിൽ ചെയ്ത തന്നെ ജാറായിരുന്നു. ഇനി നെക്സ്റ്റ് ഒരു ജാറാണ്. അതിൽ ഞാൻ റാപ്പ് കൊടുത്തിട്ടുള്ള നമ്മൾ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ പാക്കിംഗ് മെറ്റീരിയൽസ് സംഭവങ്ങൾ വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു റാപ്പാണത്. ഞാൻ ജസ്റ്റ് അത് എടുത്ത് വെക്കാറുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇനി അതിൽ ഫ്ലവറൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും, ഒരു വൈറ്റ് ഫ്ലവറൊക്കെ വരുമ്പോൾ. പിന്നെ ഇതൊരു കെച്ചപ്പിൻ്റെ ബോട്ടിലാണ്. അത് ജസ്റ്റ് വുഡൻ കബാബ് സ്റ്റിക്കും അതുപോലെ ഈ ത്രെഡൊക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് മേക്ക് ഓവർ കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് തന്നെ റെഡ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതൊരു സ്ലേറ്റാണ്. അത് യൂസ് ഇല്ലാത്ത രീതിയിലായിപ്പോയതുകൊണ്ട് അതിൻ്റെ ഫ്രെയിം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തൊരു സിംഗിൾ ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്കെച്ചാണ്, അതിൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കെച്ചാണ്, ഫ്രണ്ട് വരച്ച് കൊടുത്തതാണ്. പിന്നെ നെക്സ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ജാറ്, കുറച്ച് വലിയ ജാറ് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രെയിം സെയിം കാർഡ്ബോർഡിൽ ഒരു ഹോം എന്നൊക്കെ എഴുതി കൊടുത്തിട്ട് ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 ബോട്ടിൽസാണ് പെയിൻറ്റ് ചെയ്തത്. ഇത് വിനെഗറിൻ്റെ കുപ്പി, പിന്നെ ഇത് മരുന്നിൻ്റെ കുപ്പി, പിന്നെ ഇത് ഒരു ഡിഫ്യൂസറിൻ്റെ ബോട്ടിലാണ്. അപ്പം ഈ 3 ബോട്ടിൽസും ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഡിഫറെൻറ്റ് കളറിൽ സ്റ്റെംസ് കൊടുത്തതാണ്, മറ്റേ ലീഫിൻ്റെ സ്റ്റെംസ്. അപ്പം നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു ജെല്ലിൻ്റെ ബോട്ടിലിൽ ജസ്റ്റ് ക്ലേ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഉള്ളിലേക്കൊരു പ്ലാന്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഇതൊരു ലൈറ്റിൻ്റെ ബോക്സ് ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ചുറ്റും ആ കേർട്ടൻ്റെ തന്നെ ആ ഒരു സംഭവം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലൂ ഗൺ വെച്ച്. ഉള്ളിൽ സ്റ്റോൺസ് വെച്ചിട്ട് ഒരു പ്ലാന്റ് നടുവിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഫ്രെയിമിൽ, അതും കാർഡ്ബോർഡിൽ തന്നെ. സൈഡിൽ ഞാൻ ചെയ്തത് കബാബ് സ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് കേട്ടോ, കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഏറ്റവും താഴെയിൽ ഒരു ഓർഗനൈസർ ബോക്സ് പോലെ കൊടുത്തിട്ട് സൈഡിലൊരു ഡോളും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് മുഴുവനായിട്ട് ചെയ്തത് DIY ആണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്നേക്ക്. അപ്പോൾ നിങ്ങളുടെ കമൻസും അറിയിക്കുക എങ്ങനെയുണ്ട് ഷെൽഫ് കാണാനുള്ള. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.